ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 നോബൽ സമ്മാനത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2023 നോബൽ സമ്മാനം നമ്മൾ ചെയ്തത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞപ്പോഴായാലും സാറിന്റെ കോഡുകൾ വളരെ നന്നായി ഉപകാരപ്പെട്ടു. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്ക് 2024 നോബൽ സമ്മാനമാണ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ 2024 നോബൽ സമ്മാനം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചെറിയ കോഡുകളും കണക്ഷനുകളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മുടെ ഓരോ ക്ലാസിന്റെയും PDF-ഉം മറ്റനുബന്ധ വിവരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാമിലാണ്. അപ്പൊ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നോബൽ സമ്മാനത്തിനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവണ്ടേ. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാല്ലേ. എപ്പോഴാണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്? 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1901 ആരുടെ ഓർമ്മക്കായിട്ടാണ് 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ടാണ്. ആരുടെയാണ്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായി സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ്. സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ് നോബൽ സമ്മാനം. അപ്പൊ 5 വിഷയങ്ങൾക്ക് നൽകുന്നത് ആരാണ്? സ്വീഡനാണ്. 5 വിഷയങ്ങൾക്ക് 6 വിഷയങ്ങളാണുള്ളത്. അതിൽ 5 വിഷയങ്ങൾക്ക് നൽകുന്നത് സ്വീഡനാണ്. ഒരു വിഷയത്തിന് ഒഴികെ. ഏതാണ് ഒരു വിഷയം? ആ ഒരു വിഷയത്തിന് മാത്രം നൽകുന്നത് ആരാണ്? നോർവേ ആണ്. എന്താണ്? നമുക്ക് എന്ത് കിട്ടാനാണ്? നോവേ. എന്തോ ഒന്ന് നമുക്ക് കിട്ടാൻ നോവേ. ഒരു സാധ്യതയില്ല. എന്തോ ഒന്ന് നമുക്ക് കിട്ടാൻ നോവേ അല്ലെ? കിട്ടൂല. എന്താണ്? സമാധാനം കിട്ടാൻ നോവേ. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനത്തിന് കൊടുക്കുന്നത് നോർവേ ആണ്. സമാധാനം കിട്ടാൻ നോവേ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സമാധാനത്തിന് കൊടുക്കുന്നത് നോർവേയും മറ്റ് 5 വിഷയങ്ങൾക്ക് കൊടുക്കുന്നത് സ്വീഡനുമാണ്. സമാധാനത്തിന് കൊടുക്കുന്നത് നോർവേ ആണ്. സമാധാനം കിട്ടാൻ നോർവേ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നതല്ലേ നോർവേ? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ് കേട്ടോ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന കൃതി ആരുടേതാണ്? പാതിരാ സൂര്യന്റെ നാട്ടിൽ ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ് പാതിരാ സൂര്യന്റെ നാട്ടിൽ. SK പൊറ്റക്കാടിന്റെ കൃതിയാണ് പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, എന്റെ വഴിയമ്പലങ്ങൾ, ഇതൊക്കെ ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ് അല്ലെ? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. അപ്പൊ ആരാണ് നിളയുടെ കഥാകാരൻ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ്. അതുപോലെ തന്നെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് കേട്ടോ. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമല്ലേ കുട്ടനാട്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ കുട്ടനാടാണ് കേട്ടോ. ഈ പമ്പയല്ലേ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ പമ്പയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന സ്ഥലം പമ്പയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ? സ്ഥലമല്ല, നദിയാണ്. ഓക്കെ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ് അല്ലെ? നമ്മൾ തമിഴിൽ എന്താ പറയാ? വലുത് എന്നുള്ളതിന് നമ്മൾ തമിഴിൽ എന്താ പറയാ? അപ്പൊ ഏറ്റവും വലിയ നദി പെരിയ നദി അല്ലേ? അപ്പൊ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ആരുടെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? അത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് കേട്ടോ. സോറി, നമ്മൾ വിഷയത്തിൽ നിന്ന് പോയി. നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ 5 വിഷയങ്ങൾക്ക് കൊടുക്കുന്നത് സ്വീഡനും ഒരു വിഷയത്തിന് നൽകുന്നത് നോർവേ ആണ്. എന്ത് കിട്ടാനാണ്? സമാധാനം കിട്ടാൻ നോർവേ. അപ്പൊ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ സമാധാനം കിട്ടാൻ നമുക്ക് നോർവേ. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കും. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത്. ഏത് വിഷയത്തിനാണ്? സാഹിത്യത്തിനാണ് അല്ലെ? രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യമാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിനാണ് ലഭിച്ചത്. 1913 ലഭിച്ചത്. ഏത് കൃതിക്കാണ്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏതാണ്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പൊ ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. കൃതി പഠിച്ചു വെക്കണേ, ഗീതാഞ്ജലി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികൾ നമ്മൾ അറിയണം. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജനഗണമന അല്ലെ, നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്നും നെഹ്റുവിനെ ഋതുരാജൻ എന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കട്ടോ. അപ്പൊ 1913 ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ
എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അവസാനമായിട്ട് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം, 2019 ലഭിച്ചത്. ആർക്കാണ്? അഭിജിത്ത് ബാനർജി. ആർക്കാണ്? അഭിജിത്ത് ബാനർജിക്കാണ് 2019 ലഭിച്ചത്. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിന് മുമ്പ് ആർക്കാണ്? 2014 ആർക്കാണ്? കൈലാഷ് സത്യാർത്ഥി അല്ലെ, മലാല യൂസഫ്സായും കൈലാഷ് സത്യാർത്ഥിയും കൂടി പങ്കിട്ടതാണ്. അപ്പോൾ മലാല യൂസഫ്സായി പാകിസ്ഥാൻകാരിയാണ്, അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ 2014 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി 2019 നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ആർക്കാണ്? അഭിജിത്ത് ബാനർജിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് 2024 നോബൽ സമ്മാനത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് രസതന്ത്രം നോക്കാം. രസതന്ത്രം നമ്മൾ കഴിഞ്ഞതിലൊക്കെ പഠിച്ചതാണ്. അത് നമുക്ക് എന്തായാലും ആ കോഡ് ഇവിടെ പറയുന്നില്ല, അപ്പൊ നമുക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് 2024 രസതന്ത്രം നോക്കാം. രസതന്ത്രം ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഓക്കെ, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. എന്താണ്? കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പനക്ക് ആദ്യത്തെ രണ്ടാളുകൾക്കും ആർക്കൊക്കെയാണ്? ഡേവിസ് ബേക്കറിനും ഡെമിസ് ഹസാബീസിനും കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പനക്കാണ് ലഭിച്ചത്. പിന്നെ ആർക്കാണ്? ജോൺ എം ജംബറിന് പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന് നൽകിയ സംഭാവനകൾക്കാണ് ലഭിച്ചത്. അപ്പൊ അത് രണ്ടും കിട്ടിയല്ലോ. അപ്പൊ എന്തിനൊക്കെയാണ്? കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പനക്കും പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന് നൽകിയ സംഭാവനകൾക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പേരുകൾ കണക്ട് ചെയ്യണ്ടേ. എന്തൊക്കെയാണ് പേര്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, പിന്നെ എന്താണ്? ജോൺ എം ജംബർ. ഓക്കെ, ജോൺ എം ജംബർ. നമുക്ക് ചെറിയൊരു കൊച്ചു കഥയിലൂടെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പേരുകൾ പഠിച്ചു വെക്കാം. അപ്പൊ എങ്ങനെ ഓർക്കാം? നമ്മളൊരു കൊച്ചു കുട്ടിയെ പറ്റി ആലോചിക്കും. ഒരു ചെറിയ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്ത്? ഒരു പീസ് കേക്ക് തിന്നണമെന്ന്. എന്താണ്? ഒരു ചെറിയ കുട്ടിക്ക് നല്ല രസമുള്ള ഒരു പീസ് കേക്ക് തിന്നണം നല്ല ആഗ്രഹമാണ്. ഒരു ചെറിയ കുട്ടിക്ക് നല്ല രസമുള്ള ഒരു പീസ് കേക്ക് തിന്നണം. നല്ല രസത്തിൽ ഒരു പീസ്, നല്ല രസമുള്ള ഒന്ന് വേണം. അപ്പൊ ഈ രസം എന്താണ്? രസതന്ത്രമാണ്. നമുക്ക് അറിയാലേ, നല്ല രസമുള്ള ഒരു പീസ്. ഈ പീസ് എന്താ? ഹസാബീസ്. അപ്പൊ ഈ പീസ് വെച്ചിട്ട് ഹസാബീസിലെ ഡെമിസ് ഹസാബീസിനെ കണക്ട് ചെയ്യുക. ഒരു പീസ് കേക്ക് തിന്നാന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അച്ഛനോട് പറയണം. അപ്പൊ അച്ഛൻ നേരെ എങ്ങനെ കൊണ്ടുപോവുക? അച്ഛൻ നേരെ ഒരു വലിയൊരു ബേക്കറിക്ക് കൊണ്ടുപോയി. ഓക്കെ, ഈ ബേക്കറിയിൽ പോയപ്പോ കുട്ടി ഒരുപാട് കേക്കുകൾ കാണുകയാണ്. ഓക്കെ, ഈ ബേക്കറി എന്താ? ഡേവിഡ് ബേക്കർ ആണ് കേട്ടോ. ഈ ബേക്കറി എന്താ? ഡേവിഡ് ബേക്കർ ആണ്. ഈ കഥ ഒരു 2-3 വട്ടം നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ആവും. പിന്നെ ഈ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് നോബൽ സമ്മാനം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ കഥ അവിടെ തന്നെ ഓർമ്മ വന്നോളും. ഓക്കെ, അപ്പൊ ഡേവിഡ് ബേക്കർ എന്താ? കുട്ടിനെ വലിയൊരു ബേക്കറി കൊണ്ടുപോയി അല്ലേ, ഒരു വലിയ ബേക്കറി കൊണ്ടുപോയപ്പോ കുട്ടി ഒരുപാട് കേക്കുകൾ കാണാണ്. അപ്പൊ കുട്ടിക്ക് എന്താ? സന്തോഷല്ലേ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ചാടി കളിക്കും. ഈ ചാടി കളിക്കണേ എന്താ പറയാ? ജമ്പിങ് അല്ലേ, ജമ്പിങ്. അത് വെച്ച് എന്ത് കണക്ട് ചെയ്യാ? ജംബർ. ഓക്കെ, ജോൺ എം ജംബർ. അപ്പൊ ഈ കഥ ഒന്നും കൂടി പറയാം. ഒരു ചെറിയ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം, ഒരു ചെറിയ കൊച്ചു കുട്ടിയാണ്, അതിന് ഭയങ്കര ആഗ്രഹമാണ്. എന്താണ്? നല്ല രസത്തിൽ ഒരു കേക്ക്, നല്ല രസമുള്ള ഒരു കേക്ക്. കുട്ടികൾക്ക് തിന്നണ സ്വാദിനെക്കാട്ടി എന്താ വേണ്ടത്? കാണാൻ നല്ല രസമാണല്ലേ. അപ്പൊ നല്ല രസമുള്ള ഒരു കേക്ക് തിന്നണമെന്ന് കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുട്ടി ഒരു ബേക്കറിക്ക് കൊണ്ടുപോകും. അവിടെ എന്തോ ഒരുപാട് കേക്കുകൾ ഉണ്ട്, ഒരുപാട് നല്ല ചന്തത്തിലുള്ള കേക്കുകൾ ഉണ്ട്. ഇത് കണ്ടപ്പോ കുട്ടിക്ക് എന്തായി? സന്തോഷമായിട്ട് കുട്ടി എന്ത് ചെയ്തു? കുട്ടി ഇങ്ങനെ ചാടി കളിക്കുകയാണല്ലേ. കുട്ടികൾക്ക് സന്തോഷം ഉണ്ടായി അതല്ലേ ചെയ്യുക? കുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കും. അപ്പൊ ഈ ചാടി കളിക്കണം എന്താ? ചാടുന്നത് എന്താ? ജംബർ. ഓക്കെ, ജമ്പിങ്, ജംബർ വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ ഒന്നും കൂടി നോക്കാം. നല്ല രസത്തിൽ ഒരു കേക്ക് തിന്നണം എന്നല്ല ആഗ്രഹം. നല്ല രസത്തിൽ ഒരു പീസ്, ഈ പീസ് പ്രത്യേകം പഠിക്കണം. നല്ല രസത്തിൽ ഒരു പീസ് കേക്കാണ് കുട്ടിക്ക് ആഗ്രഹം. ഒരു പീസ് കേക്ക്, നല്ല രസത്തിൽ ഒരു പീസ് കേക്ക്. ഈ പീസ് എന്താണ്? നല്ല രസത്തിൽ പറയുമ്പോ എന്താണ്? രസതന്ത്രം അല്ലേ. നല്ല രസത്തിൽ, രസതന്ത്രം കെമിസ്ട്രി ആണ്. നല്ല രസത്തിൽ. അപ്പൊ ഓക്കെ, രസതന്ത്രം, ഒരു പീസ് കേക്ക് തിന്നണം. ഈ പീസ് എന്താണ്? ഹസാബീസ് ആണ്, ഡെമിസ് ഹസാബീസ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓപ്ഷൻ കണ്ട ഉറപ്പായിട്ടും കിട്ടും. ഈ പീസ് നിങ്ങൾ ഹസാബീസ് വെച്ച് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ്? നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് തിന്നണം. രസം എന്തായാലും പഠിച്ചു വെക്കണേ, രസതന്ത്രം നമുക്ക് അറിയണ്ടേ. അപ്പൊ നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ കുട്ടി അച്ഛൻ എങ്ങോട്ട് കൊണ്ടുപോകും? ബേക്കറിക്ക് കൊണ്ടുപോകും. അതെന്താണ്? ഡേവിഡ് ബേക്കർ ആണ് അല്ലെ. ഡേവിഡ് ബേക്കർ ബേക്കറിയിൽ വലിയൊരു ബേക്കറിക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഡേവിഡ് ബേക്കർ അവിടെ എന്താണ്? ഒരുപാട് കേക്കുകൾ ഉണ്ട്. അപ്പൊ കുട്ടിക്ക് എന്താ? സന്തോഷം കൊണ്ട് കുട്ടി ചാടി കളിക്കുകയാണ്. അപ്പൊ ഈ ചാടി കളിക്കണം എന്താണ്? ജംബർ. ഓക്കെ, അപ്പൊ അതുവരെ കണക്ട് ആയോ? ചാടി കളിക്കണത് ജംബർ ആണ്. ഇനി ഒരു വട്ടം കൂടി ആ കഥ പറഞ്ഞിട്ട് ആ പേരുകളൊന്നും കൂടി പറഞ്ഞു തരാം. എന്താണ്? ഒരു ചെറിയ കുട്ടിക്ക് നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല രസത്തില് രസതന്ത്രം, ഒരു പീസ് എന്താണ്? ഡെമിസ് ഹസാബീസ് ആണ്. ഡെമിസ് ഹസാബീസ്, നല്ല രസത്തിൽ ഒരു പീസ് അല്ലേ, ഒരു പീസ് കേക്ക്. ഡെമിസ് ഹസാബീസ് അവിടെ പീസ് കണക്ട് ചെയ്ത് നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് കഴിക്കണം എന്ന് ഭയങ്കര ആവും. അപ്പൊ കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോവാണ്? കുട്ടി ഒരു വലിയ ബേക്കറിക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഈ ബേക്കറി എന്താണ്? ഡേവിഡ് ബേക്കർ അല്ലെങ്കിൽ ഡേവിഡിന്റെ ബേക്കറി കൊണ്ടുപോകണം. നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്തു. നിങ്ങൾ ഈ ബേക്കറി മാത്രം കണക്ട് ചെയ്താൽ മതി, ബേക്കറി കിട്ടിയാൽ മതി. അപ്പൊ വലിയൊരു ബേക്കറി
ബേക്കറിക്ക് കൊണ്ടുപോകണം. അപ്പൊ ഒരുപാട് കേക്കുകൾ കണ്ടു. ഈ ബേക്കറി എന്താണ്? ഡേവിഡ് ബേക്കർ ആണ്. ഒരുപാട് കേക്കുകൾ കണ്ടപ്പോ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. കുട്ടി ചാടി കളിക്കാണ്. അപ്പൊ എന്താണ്? ജമ്പിങ്. ഓക്കെ, ജോൺ എം ജമ്പർ. ഓക്കെ, അപ്പൊ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. ഇനി രസതന്ത്രം എങ്ങനെ കണക്ട്? നല്ല രസത്തില് ഒരു പീസ് കേക്ക്. എന്താണ്? ഡെമിസ് ഹസാബീസ്. ഓക്കെ, ഒരു പീസ് കേക്ക്. ഓക്കെ, കേക്ക് എവിടെയാണ് ഉണ്ടാവുക? ബേക്കറിയിലല്ല. അപ്പൊ ഡേവിഡ് ബേക്കർ. അപ്പൊ കുട്ടി ഈ കേക്കുകളൊക്കെ കണ്ടപ്പോ കുട്ടിക്ക് സന്തോഷമായില്ലേ? കുട്ടി ചാടി കളിക്കാണ്. അപ്പൊ ജോൺ എം ജമ്പർ ചാടി കളിക്കാണ്. ജോൺ എം ജമ്പർ. ഇനി ഇവിടെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഈ കഥ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരും. ഈ കഥ ഒരു വട്ടം കൂടി ഒന്ന് കേൾക്കണം. നല്ല രസത്തില് ഒരു പീസ് കേക്ക് കഴിക്കണം എന്ന് കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം. എന്താണ്? നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് കഴിക്കണം എന്ന്. നല്ല രസം, രസതന്ത്രം, ഒരു പീസ് കേക്ക്. എന്താണ്? ഡെമിസ് ഹസാബീസ് ആണ് അല്ലെ? ഹസാബീസ്. ഓക്കെ, അത് പീസ് ആണ്. ഡെമിസ് ഹസാബീസ്. അപ്പൊ അച്ഛൻ കുട്ടിയെ വലിയൊരു ബേക്കറിക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താണ്? ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കർ ബേക്കറിക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താണ്? കുട്ടി ഒരുപാട് കേക്കുകൾ കാണണം. അപ്പൊ എന്താ? കുട്ടി ചാടി കളിക്കാണ് അല്ലേ? ഹായ് ഹായ് പറഞ്ഞ് ചാടി കളിക്കൂല. അപ്പൊ എന്താണ്? ജോൺ എം ജമ്പർ. ഓക്കെ, ജമ്പർ ചാടി കളിക്കുക. ജമ്പ്. ഓക്കെ, ചാടി കളിക്കുക. അങ്ങനെ ആലോചിച്ചാൽ ജമ്പറും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് പിന്നെന്താണ്? പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന് നൽകിയ സംഭാവനകൾക്ക്. അതുവരെ സെറ്റ് അല്ലേ? അപ്പൊ രസതന്ത്രം സെറ്റ് ആയില്ലേ? ഒരു വട്ടം കൂടി. ഇനി നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ഇതൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഡൗട്ട് മാറിയിട്ടുണ്ടാവും. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് എന്തായാലും കറുപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെറിയ ഡൗട്ട് വരികയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കാം, സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഭൗതിക ശാസ്ത്രം നോക്കാം, അഥവാ ഫിസിക്സ്. ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡ്. ജോൺ ഹോപ്ഫീൽഡ്. പിന്നെ ആരാണ്? ജെഫ്രി ഹിൻഡർ. ജെഫ്രി ഹിൻഡർ. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡർ. കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്. ഓക്കെ, ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡർ. ജെഫ്രി ഹിൻഡർ ആണ് കേട്ടോ. ജെഫ്രി ഹിൻഡർ. ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. അപ്പൊ ഈ പേര് നമുക്ക് എങ്ങനെ പഠിക്കാം? ഒന്നും കൂടി എന്തിനാണെന്ന് നോക്കാം. കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ആർക്കൊക്കെ ലഭിച്ചത്? ജോൺ ഹോപ്ഫീൽഡ്. പിന്നെ ആർക്കാണ്? ജെഫ്രി ഹിൻഡർ. ഓക്കെ, ജോഫ്രി ഹിൻഡർ ആണ്. ജോഫ്രി ഹിൻഡർ. ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് അല്ലേ? ഫിസിക്സ്. നമ്മൾ ഒരു എക്സാമിന് പോവാണ്. സ്കൂളിൽ ഒരു കുട്ടിയെ ആലോചിക്കുക. സ്കൂളിൽ ഒരു കുട്ടി ഒരു എക്സാമിന് പോകണം. അവർക്ക് ഒരുപാട് സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എല്ലാതും ഒറ്റ എക്സാം ആണ്. ഓക്കെ, നമുക്ക് എല്ലാതും ഒറ്റ ഒന്നിലല്ലേ, ഒരു എക്സാമിലാണ് എല്ലാം ഉൾപ്പെടുക. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ഫിസിക്സ് ഒരു ദിവസം, കെമിസ്ട്രി ഒരു ദിവസം, സോഷ്യൽ ഒരു ദിവസം, അങ്ങനെ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോന്നും ഓരോ ദിവസമായിട്ടാണ് എക്സാം നടക്കുക. അപ്പൊ ഈ കുട്ടിക്ക് ആകെ ഒരു ഹോപ്പ് ഉള്ളത് ഫിസിക്സിൽ മാത്രമാണ്. ഓക്കെ, കുട്ടി എക്സാമിന് പോവാണ്. ബാക്കി ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു. ഇനി ആകെ ഉള്ള ഒരു ഹോപ്പ് എന്തിലാണ്? ഫിസിക്സിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഫിസിക്സിന് വേണ്ട ഹിന്ദികൾ അവന്റെ കയ്യിലുണ്ട്. ഫിസിക്സ് എക്സാമിന് വേണ്ട ഹിന്ദികൾ, ഈ ബിറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തായിട്ട് എഴുതി വെക്കുക? ഹിന്ദികളല്ലേ? അതിലുള്ള ഹിന്ദികളല്ലേ നമ്മൾ എഴുതി വെക്കുക? അപ്പൊ ഹിന്ദികൾ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്താണ്? ഫിസിക്സ് എക്സാമിൽ മാത്രമാണ് ആ കുട്ടിക്ക് ഒരു ഹോപ്പ്, അല്ലെങ്കിൽ പ്രതീക്ഷ. ഹോപ്പ്, പ്രതീക്ഷ. ഓക്കെ, ഫിസിക്സ് എക്സാമിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ. എന്തുകൊണ്ടാണ്? കയ്യിൽ ഹിന്ദികളുണ്ട്. ആ എക്സാമിന് വേണ്ട ഹിന്ദികൾ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് കണക്ട് ആയല്ലോ. ജോൺ ഹോപ്ഫീൽഡ്. ഹോപ്പ് എന്താണ്? ഫിസിക്സ് എക്സാമിന് മാത്രമാണ് ഒരു ഹോപ്പ് ഉള്ളത്. ഫിസിക്സ് എന്താണ്? ഭൗതിക ശാസ്ത്രം അല്ലെ? ഭൗതിക ശാസ്ത്രത്തിന് മാത്രമാണ് ഒരു ഹോപ്പ് ഉള്ളത്. എന്തുകൊണ്ടാണ്? അതിന് വേണ്ട ഹിന്ദികളെല്ലാം അവന്റെ കയ്യിലുണ്ട്. ഹിന്ദികളെല്ലാം അവന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്താ? എക്സാമിന് ഒരു ചെറിയ ഹോപ്പ് എങ്കിലും ഉണ്ടാവും. ഈ എക്സാം എങ്ങനെയും നല്ല രീതിയിൽ മാർക്ക് നേടാൻ പറ്റും. കയ്യിൽ ഹിന്ദികൾ ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? ചെറിയ ഹോപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഹോപ്പ് മാത്രമായത്? സാധാരണ ഹിന്ദികളൊക്കെ ഉറപ്പിക്കാലോ. എന്താണ്? ടീച്ചർ കാണൂലേ? അപ്പൊ അതുകൊണ്ടാണ് ഹോപ്പ് ഇട്ടത്. നിങ്ങൾ വലിയ കഥ ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഈ ചെറിയൊരു പോയിന്റ് ആലോചിച്ചാൽ മതി. ഫിസിക്സ് എക്സാമിന് മാത്രമാണ് മനസ്സിലൊരു ഹോപ്പ് ഉള്ളത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? കയ്യിൽ കുറെ ഹിന്ദികൾ ഉണ്ട്. അങ്ങനെ ആലോചിച്ചത് കിട്ടുമല്ലോ. അപ്പൊ ആരൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡ്, പിന്നെന്താണ്? ജോഫ്രി ഹിൻഡർ. ഹിൻഡ് എന്താണ്? ഹിൻഡ് നമുക്ക് കണക്ട് ചെയ്യാലോ. ഹിൻഡ് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ ഈ ഹിന്ദികൾ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് എന്ത്? ഹോപ്പ് ഉള്ളത്. അപ്പൊ ജോൺ ഹോപ്ഫീൽഡ്, പിന്നെന്താണ്? ജെഫ്രി ഹിൻഡർ. ജോഫ്രി ഹിൻഡർ. എന്തിനാ ലഭിച്ചത്? ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം അല്ലെ? ഫിസിക്സ് എക്സാമിന് മാത്രമാണ് ചെറിയൊരു ഹോപ്പ് ഉള്ളത്. ബാക്കിയൊക്കെ പൊട്ടി. പിന്നെന്താണ്? ഫിസിക്സ് എക്സാമിന് മാത്രം ചെറിയൊരു ഹോപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഫിസിക്സ് എക്സാമിന് വേണ്ട ഹിന്ദികൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ ഫിസിക്സ് എക്സാമിന് മാത്രമാണ് എന്തുള്ളത്? ഹോപ്പ് ഉള്ളത്. അതെന്താണ്? ജോൺ ഹോപ്ഫീൽഡ്, പിന്നെന്താണ്? ജെഫ്രി ഹിൻഡർ. എന്താണ്? കയ്യിൽ ഹിന്ദി ഉള്ളത് കൊണ്ടല്ലേ ഹോപ്പ് ഉള്ളത്. അപ്പൊ ജെഫ്രി ഹിൻഡർ. ഓക്കെ, അപ്പൊ കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്. അതും കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവണം. 1998 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കും. ആർക്കാണ്? അമർത്യ സെൻ ആണ്. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നുള്ളൂ. 1998 ഇന്ത്യക്കാരനായ അമർത്യ സെൻ. ആർക്കാണ്? അമർത്യ സെൻ ആണ് ലഭിച്ചത്. ഓക്കെ, ഇനി സാമ്പത്തിക ശാസ്ത്രം ആർക്കൊക്കെയാണ്? ഡാരൻ
എയ്സ്മോഗ്ലു, ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ജെയിംസ് എ റോബിൻസൺ ഇത് നമുക്ക് ചെറിയൊരു കഥയിലൂടെ പഠിക്കാം. പേര് കേട്ട് പഠിക്കൊന്നും വേണ്ട. ഡാരൻ എയ്സ്മോഗ്ലു, മൊഗ്ലു ഓക്കെ മുഖം. അപ്പൊ മൊഗ്ലു, സൈമൺ ജോൺസൺ, സൈക്കോ സൈമൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ജെയിംസ് എ റോബിൻസൺ എന്തിനാണ്? സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. ഓക്കെ, സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ആർക്കൊക്കെ ലഭിച്ചത്? ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, പിന്നെ ആർക്കാണ്? ജെയിംസ് എ റോബിൻസൺ. ജെയിംസ് എ റോബിൻസൺ എന്തിനാ ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അല്ലെ? സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രം അല്ലേ? ഈ സാമ്പത്തിക ശാസ്ത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു റോബറിയെ പറ്റി ആലോചിച്ചൂടെ? ഒരു റോബറി. ഓക്കെ, അവിടെ റോബറിക്കുള്ള ഒരു റോബ് ഇല്ലേ? റോബിൻസൺ ഉണ്ട്. അപ്പൊ അവിടെ ഒരു റോബ് കണക്ട് ചെയ്തൂടെ? റോബ് പറഞ്ഞാൽ എന്താ? കൊള്ളയടിക്കുക. ഓക്കെ, റോബ് കൊള്ളയടിക്കുക. അപ്പൊ ഒരു വീട് കൊള്ളയടിക്കാൻ പോവുക ആരാണ്? സൈക്കോ സൈമൺ ആണ്. ഈ സൈക്കോ സൈമൺ എന്ന് കണക്ട് ചെയ്ത് നമുക്ക് അവിടെ വേറൊരു കാര്യം കൂടി കണക്ട് ചെയ്യാം. ആസിഡ് ഒഴിക്കുകയാണ്. ഓക്കെ, മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയാണ്. അത് ആസിഡ് എന്നല്ല, എയ്സ് എന്നാണ് ഉള്ളത്. അത് നിങ്ങൾ ആസിഡ് ആക്കി കണക്ട് ചെയ്താൽ മതി. എയ്സ് എന്നുള്ളതിനെ ആസിഡ് എന്നാക്കി കണക്ട് ചെയ്താൽ മതി. എയ്സ് ആസിഡ്, ACID അല്ലെ? എയ്സ് ആസിഡ് അങ്ങനെ വെച്ച് AC വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി. എയ്സ് ആസിഡ്. അപ്പൊ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ ജസ്റ്റ് കഥ പറഞ്ഞുതരാം. ഒന്ന് കിട്ടിയല്ലോ, റോബറി ആണെന്ന് കിട്ടി അല്ലെ? റോബ് പറഞ്ഞാൽ എന്താണ്? കൊള്ളയടിക്കുക. ഓക്കെ, കൊള്ളയടിക്കുക. റോബിൻസൺ. പിന്നെ സൈക്കോ സൈമൺ ആണ് കൊള്ളയടിക്കാൻ വരുന്നത്. പിന്നെ എന്താണ്? മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാണ്. മൊഗ്ലു. ഓക്കെ, എന്താണ്? എയ്സ്മോഗ്ലു, ആസിഡ് എയ്സ്മോഗ്ലു. ആസിഡ് എയ്സ്മോഗ്ലു. സാമ്പത്തിക ശാസ്ത്രം എന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ റോബറി? സാമ്പത്തികമായിട്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റോബറി. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ എന്താണ്? ഡാരൻ എയ്സ്മോഗ്ലു മുഖത്തേക്കാണ് ഒഴിക്കുന്നത് ആസിഡ്. ആര്? സൈക്കോ സൈമൺ. ഓക്കെ, സൈമൺ ജോൺസൺ. സൈക്കോ സൈമൺ എങ്ങനെ? സൈക്കോ സൈമൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? സൈക്കോ സൈമൺ കേട്ടിട്ടുണ്ടാവും അല്ലെ? സൈക്കോ സൈമൺ അത് ആലോചിച്ചാൽ മതി. സൈക്കോ സൈമൺ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാണ്. സൈക്കോ സൈമൺ എന്നുള്ള ഈ പേര് മാത്രം മറക്കരുത്. സൈക്കോ സൈമൺ. സാമ്പത്തികം എന്ന് ആലോചിച്ചാൽ എന്താണ്? സൈക്കോ സൈമൺ അല്ലേ? നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം എടുക്കാനാണ്. ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡാരൻ എയ്സ്മോഗ്ലു മുഖത്തേക്കാണ് ആസിഡ് ഒഴിക്കുന്നത്. ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ മുഖത്തേക്കാണ് ആസിഡ് ഒഴിക്കുന്നത്. അപ്പൊ മൊഗ്ലു, ആസിഡ് മുഖം. അപ്പൊ മുഖം എന്ന് ആലോചിച്ചാൽ മൊഗ്ലുവിനെ കിട്ടും. മൊഗ്ലു. പിന്നെ എന്താണ്? സൈക്കോ സൈമൺ ആണല്ലോ ചെയ്യുന്നത്. സൈക്കോ സൈമൺ ആണ് ആസിഡ് ഒഴിക്കുന്നത്. പിന്നെന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? റോബ് ചെയ്യണം. അവിടെ റോബ് ചെയ്യണം. അപ്പൊ അത് വെച്ചിട്ട് ആ സംഭവം കണ്ടത്. ഈ സംഭവം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാ പേരുകളും കിട്ടും. അപ്പൊ എന്താണ്? ഡാരൻ എയ്സ്മോഗ്ലു അല്ലെ? എയ്ഡ്സ് മീൻസ് ആസിഡ്. എയ്ഡ്സ് എന്ന് പറയുന്നത് ആസിഡ് മുഖത്തേക്ക് ഒഴിക്കണം. എയ്ഡ്സ് മുഖം അല്ലെ? മൊഗ്ലു. അപ്പൊ മുഖം എന്ന് കണക്കിയാലോ? ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, ആരാണ്? സൈക്കോ സൈമൺ. എന്തിനു വേണ്ടിയിട്ടാണ്? റോബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കണക്ട് ആയാലോ? അപ്പൊ അതൊക്കെ ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, സൈക്കോ സൈമൺ, പിന്നെന്താണ്? ജെയിംസ് എ റോബിൻസൺ. റോബ് എന്താണ്? റോബ് പറഞ്ഞാൽ എന്താ? കൊള്ളയടിക്കാണ്. റോബ് കൊള്ളയടിക്കുക. ഈ റോബ് മാത്രം കിട്ടിയാൽ നമുക്ക് ആ കഥ കിട്ടുവേ? കഥ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സാമ്പത്തിക ശാസ്ത്രം നമുക്ക് അപ്പൊ കിട്ടും. ഓക്കെ, ഇത് കൊള്ളയടിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തിക ശാസ്ത്രമാണെന്ന് കിട്ടും, സാമ്പത്തികമാണെന്ന് കിട്ടും. ഓക്കെ, സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. ഒന്നും കൂടി നമുക്ക് ആ കഥ നോക്കാം. എന്താണ്? ഒരു സ്ഥലത്ത് ചെന്നിട്ട് റോബ് ചെയ്യാണ്. അപ്പൊ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ഈ സ്ത്രീയുടെ മുഖത്തേക്ക് എന്തൊഴിക്കാണ്? ആസിഡ് ഒഴിക്കാണ് അല്ലെ? മുഖത്തേക്കാണ്. അപ്പൊ എന്താണ്? മുഖത്തേക്കാണെന്ന് പറയുമ്പോൾ മൊഗ്ലുവിനെ കണക്ട് ചെയ്യണം. ആസിഡ് അവിടെ ജസ്റ്റ് പറഞ്ഞോളൂ. ആസിഡ് ഒഴിക്കാൻ ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പൊ ആസിഡ് മുഖത്തേക്ക് ഒഴിച്ചിട്ട് കൊള്ളയടിക്കണമെങ്കിൽ ആള് സൈക്കോ അല്ലേ? ആരാണ്? സൈക്കോ സൈമൺ ആണ്. ആരാണ്? സൈക്കോ സൈമൺ. എന്താ ചെയ്യണം? റോബ് ചെയ്യണം. റോബ് പറഞ്ഞാൽ കൊള്ളയടിക്കുക. അപ്പൊ അതുവരെ കണക്ട് ആയല്ലോ. റോബ് കൊള്ളയടിക്കുക, റോബിൻസൺ, പിന്നെ എന്താണ്? സൈക്കോ സൈമൺ. അവിടെ ആകെ ഒരു പേരെ നമ്മൾ പഠിച്ചുള്ളൂ, സൈക്കോ സൈമൺ. പിന്നെ റോബ് കൊള്ളയടിക്കണം. അപ്പൊ റോബിൻസൺ. പിന്നെ എന്താണ്? ഡാരൻ എയ്സ്മോഗ്ലു മുഖത്തേക്കാണ് ഒഴിച്ചത്. മുഖത്തേക്കാണ് ആസിഡ് ഒഴിച്ചത്. ഓക്കെ, അപ്പൊ അതും നമുക്ക് കണക്ട് ആയി. അടുത്തത് സമാധാനം. നിഹോൺ ഹിഡാങ്കിയോ. ഓക്കെ, ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാങ്കോ ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹമായത്. നിഹോൺ ഹിഡാങ്കോ. ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാങ്കോ ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹമായത്. അതും കിട്ടിയല്ലോ. സംഭവം എന്താണെന്ന് കിട്ടിയല്ലോ? നിഹോൺ ഹിഡാങ്കോ ഒരു സംഘടനയാണ്. നിഹോൺ ഹിഡാങ്കോ. ഈ ഹിഡാങ്കോ എന്നുള്ളതിന് നമ്മൾ ഹൈഡ് എന്ന് ആലോചിച്ചാൽ പോരെ? ഓക്കെ, സമാധാനത്തിനാണല്ലോ ഹിഡാങ്കോ ഹൈഡ്. അപ്പൊ ഈ ഹിഡ് എന്നുള്ളതിനെ ഹൈഡ് എന്ന് ആലോചിച്ചാൽ മതി. ഹിഡ് എന്നുള്ളതിനെ
ഹൈഡ് എന്ന് ആലോചിച്ചൂടെ? ഹൈഡ് പറഞ്ഞ എന്താണ്? ഒളിക്കുക. നമ്മൾ നാട് വിട്ടു പോയിട്ട് ഒളിച്ച് താമസിക്കില്ല. എന്തിനാണ്? നാട് വിട്ട് ഇവിടുന്ന് നാട് വിട്ട് പോവാണ്, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ഒളിച്ച് താമസിക്കും. ഒറ്റക്കൊന്ന് ഒളിച്ച് താമസിക്കും, ആരും അറിയാതെ ഒറ്റക്കൊന്ന് ഒളിച്ച് താമസിക്കും. ആരായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല, ആർക്കും നമ്മളെ പരിചയമില്ല, ഒറ്റക്കൊരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയാണ്. ഹൈഡ്. ഓക്കെ, ഹിഡാങ്കിയോ ഹൈഡ് ആണ് കേട്ടോ. ഒറ്റക്കൊരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയാണ്. എന്തിനാണ്? കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. നാട്ടിലേക്ക് കിട്ടൂലല്ലോ, സമാധാനം കിട്ടാൻ നോർവേ. അപ്പൊ സമാധാനത്തിന് കൊടുക്കുന്നത് നോർവേ ആണ്, അതവിടെ കണക്ട് ചെയ്തു. അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോവാണ്. ഒളിച്ചോടി പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയാണ്. നാട്ടിൽ നിന്ന് നാട് കടക്കുകയാണ്, എന്നിട്ട് വേറെ എവിടെയോ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയിട്ട് ഒളിച്ച് താമസിക്കുകയാണ്. ഒറ്റക്ക് ഒളിക്കുക. ഒളിക്കുക പറഞ്ഞാൽ ഹൈഡ് അല്ലേ? ഹൈഡ് എന്തിനാണ്? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമാധാനം അവിടെ കണക്ട് ആയോ? സമാധാനം കിട്ടാൻ വേണ്ടി ഒറ്റക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് നമുക്ക് ഈ ഹിഡ് എന്നുള്ള ഹൈഡ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഹിഡാങ്കിയോ ഹൈഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കത് സമാധാനത്തിനുള്ളതാണെന്ന് അത് വെച്ച് ആലോചിച്ചാൽ കിട്ടും. ഹൈഡ് എന്തിനു വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യണമെന്ന് അപ്പൊ ആലോചിച്ചാൽ മതി, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്ര ആലോചിച്ചാൽ കിട്ടുമേ സമാധാനത്തിന് നിഹോൺ ഹിഡാങ്കോ. അടുത്തത് വൈദ്യശാസ്ത്രം. വിക്ടർ ആംബ്രോസ്, പിന്നെ ആരാണ്? ഗാരി റോവ്കിൻ. ഗാരി റോവ്കിൻ. മൈക്രോ RNA കണ്ടുപിടുത്തത്തിന് ആർക്കൊക്കെയാണ് ലഭിച്ചത്? വിക്ടർ ആംബ്രോസ്, ഗാരി റോവ്കിൻ. മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. എന്തിനാണ്? വൈദ്യശാസ്ത്രം അല്ലേ? വൈദ്യശാസ്ത്രം. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ഒന്ന് വെച്ച് കണക്ട് ചെയ്യണ്ടേ? അപ്പൊ ഈ വൈദ്യശാസ്ത്രം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താലോചിക്കാം? ആംബുലൻസ് എന്ന് ആലോചിക്കുക അല്ലെ? ആംബുലൻസ്, ആംബ്രോസ് ആംബുലൻസ്, ആംബ്രോസ് ആംബുലൻസ്, രണ്ടൊരു ചെറിയ കണക്ഷൻ അല്ലേ? അപ്പൊ ആംബ്രോസ് ആംബുലൻസ്, നമുക്ക് അവിടെ ഓപ്ഷൻ കണ്ടാൽ ഉറപ്പിക്കാൻ നമുക്ക് കിട്ടും. ആ ഒരു ഉറപ്പ് വരെ നിങ്ങൾക്ക്. അപ്പൊ വൈദ്യശാസ്ത്രം ആംബുലൻസ് എന്ന് ആലോചിക്കുക. ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഗാരി. ഓക്കെ, ഗാരി റോവ്കിൻ. ഗാരി റോവ്കിൻ. അപ്പൊ ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. ആംബുലൻസ്, ആംബ്രോസ്. ആംബുലൻസ് എന്താണ്? ആംബ്രോസ് ആണ്. വൈദ്യശാസ്ത്രം അവിടെ കിട്ടുമല്ലോ. ആംബുലൻസ് പറഞ്ഞ വൈദ്യശാസ്ത്രം നമുക്ക് കിട്ടുവേ. അപ്പൊ വൈദ്യശാസ്ത്രം ആംബുലൻസ് ആംബ്രോസ്. പിന്നെന്താണ്? ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. ക്യാരി ചെയ്ത് കൊണ്ടുപോകണ്ടേ? അപ്പൊ എന്താണ്? ഗാരി. ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ് ഗാരി. ഓക്കെ, മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. ഒന്നുകൂടി നോക്കാം. വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസ്. ആംബ്രോസ് എങ്ങനെ കണക്ട് ചെയ്യുക? ആംബുലൻസ്. ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോവല്ലേ? ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ആംബുലൻസ് ആംബ്രോസ്, ക്യാരി ഗാരി. ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. ഒരു 3 വട്ടം ഒപ്പം പറയണ ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അത് എന്തിനാ? നമുക്ക് സാമാന്യമായിട്ടും കിട്ടും. വൈദ്യശാസ്ത്രമാണ്, നമുക്ക് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് കിട്ടും. അപ്പൊ ആംബുലൻസിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. ആംബുലൻസ് ഗാരി, ക്യാരി ഗാരി. ഓക്കെ, ക്യാരി ഗാരി. ആംബുലൻസ് എന്താണ്? ആംബ്രോസ് ആണ്. ആംബ്രോസ് ഗാരി. ഓക്കെ, മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. അടുത്തത് സാഹിത്യം. സാഹിത്യത്തിന് ആർക്കാണ്? ഹാൻക്യാങ്ങിനാണ്. സാഹിത്യത്തിന് ഹാൻക്യാങ്. സാഹിത്യം ഹാൻക്യാങ്. ഓക്കെ, സാഹിത്യത്തിന് ഹാൻക്യാങ്ങിനാണ്. സാഹിത്യമല്ലേ? സാഹിത്യം ഹാൻക്യാങ്. അപ്പൊ ഈ ഹാൻ എങ്ങനെ കണക്ട് ചെയ്യാം? ഹാൻ പറഞ്ഞ ഹാൻഡ് എന്ന് ആലോചിച്ചു. ഹാൻഡ്, കൈ. നമുക്കൊരു സാഹിത്യം എഴുതണമെങ്കിൽ എന്ത് വേണം? ഹാൻഡ് വേണം, കൈ വേണം അല്ലേ? അപ്പൊ ഹാൻക്യാങ്, ഹാൻഡ്, കൈ. ഹാൻഡ്, കൈ എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സാഹിത്യമാണ് നമുക്ക് കിട്ടും അല്ലേ? സാഹിത്യത്തിന് എന്ത് വേണം? കൈ വേണം. സാഹിത്യത്തിന് കൈ വേണം, കൈ, ഹാൻഡ് വേണം. എഴുത്തുകാരന് എഴുതാൻ കൈ വേണം. അപ്പൊ അങ്ങനെ വെച്ചാൽ ഹാൻക്യാങ്. ഓക്കെ, ദക്ഷിണ കൊറിയക്കാരിയാണ്. അവരുടെ മറ്റ് കൃതികളൊന്നും അറിയണേ. ദി വെജിറ്റേറിയൻ. അവരുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. ഈ വെജിറ്റേറിയൻ പഠിക്കണം. ദി വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്സ്, പിന്നെ എന്താണ്? റെഡ് ആങ്കർ, ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൺ, ദ വൈറ്റ് ബുക്ക്. ഏതൊക്കെയാണ്? ദ വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്സ്, റെഡ് ആങ്കർ, ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൺ, ദ വൈറ്റ് ബുക്ക്. അപ്പൊ സാഹിത്യത്തിന് ആർക്കാണ് ലഭിച്ചത്? സാഹിത്യം എഴുതാൻ എന്ത് വേണം? സാഹിത്യത്തിന് എന്ത് വേണം? കൈ വേണം. കൈന് എന്ത് പറയും? ഹാൻഡ്. ഹാൻഡ്, ഹാൻ ക്യാങ്. ഹാൻ ക്യാങ്. അപ്പൊ അങ്ങനെ നടത്തിയാലോ? ഹാൻ ക്യാങ്. ഇനി ഒരു വട്ടം കൂടി നമുക്ക് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആകും. ഒറ്റ വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒപ്പം ആലോചിച്ച് നോക്കുക. രസതന്ത്രം നമ്മൾ എങ്ങനെ പറഞ്ഞു? നല്ല രസത്തിൽ ഒരു പീസ് കേക്ക് തിന്നണല്ലേ? ഇപ്പൊ തന്നെ കണക്ട് ആയില്ലേ? നല്ല രസം, രസതന്ത്രം, ഒരു പീസ് ഹസാബീസ് അല്ലേ? ഒരു പീസ് കേക്ക് തിന്നണം എന്ന് ആഗ്രഹം. അപ്പൊ എവിടെ കൊണ്ടുപോവാണ്? ബേക്കറി. ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കർ. ബേക്കറിയിൽ കൊണ്ടുപോയപ്പോ കുട്ടി എന്ത് ചെയ്യാണ്? ഈ കേക്കുകളൊക്കെ കണ്ട് കുട്ടിക്ക് സന്തോഷമായി. കുട്ടി എന്താണ്? ചാടി കളിക്കുകയാണ്. അപ്പൊ എന്താണ്? ജമ്പർ. ഓക്കെ, ജോൺ എം ജമ്പർ. കമ്പ്യൂട്ടേഷന്റെ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന് നൽകിയ സംഭാവനകൾക്ക്. അത് സെറ്റ് ആയല്ലോ? രസതന്ത്രം സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഭൗതിക ശാസ്ത്രം അല്ലെ? ഫിസിക്സിൽ മാത്രമാണ് ആകെ ഒരു ഹോപ്പ് ഉള്ളത്. എന്തുകൊണ്ടാ? അതിന് വേണ്ട ഹിന്റുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അല്ലേ? ഒരു കുട്ടി ആലോചിക്കാണ്, ഫിസിക്സിൽ മാത്രമേ എനിക്ക് ഇനി ഹോപ്പ് ഉള്ളൂ, ബാക്കി എക്സാം ഒക്കെ പൊട്ടി. ഇനി എന്താണ്? ഫിസിക്സിൽ മാത്രമേ എനിക്ക് ഹോപ്പ് ഉള്ളത്. എന്തുകൊണ്ടാണ്? എന്റെ അതിന് വേണ്ട ഹിന്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ജോൺ ഹോപ്ഫീൽഡ്, പിന്നെ എന്താണ്? ജെഫ്രി ഹിൻഡർ. ഹിൻഡ്. ഓക്കെ, ഹിൻഡർ. എന്താണ്? ഹോപ്ഫീൽഡ്. ഓക്കെ, കൃത്രിമ നാഡീ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്. ഓക്കെ, അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം ഞാൻ ഇതിന്റെ PDF നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എക്സാമിന്റെ സമയത്താണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ കഥകൾ ഇങ്ങനെ കണക്ട് ആവും. ഓക്കെ,
അടുത്തത് സാമ്പത്തിക ശാസ്ത്രം, ഡാരൻ എയ്സ് മൊഗിലു അല്ലെ, ഡാരൻ എയ്സ് മൊഗിലു മുഖത്തേക്കാണ് എന്ത് ആസിഡ് ഒഴിക്കാണ്, ആര്, സൈക്കോ സൈമൺ അല്ലെ, സൈക്കോ സൈമൺ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാണ്. എന്തിനാണ്, അവിടെ റോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ റോബിൻസൺ, റോബ് കൊള്ളയടിക്കുക, ജെയിംസ് എ റോബിൻസൺ, ഡാരൻ എയ്സ് മൊഗിലു മുഖം എന്താണ്, മുഖത്തേക്കാണ് ആസിഡ് ഒഴിക്കുന്നത്, എയ്സ് മൊഗിലു. പിന്നെന്താണ്, സൈമൺ ജോൺസൺ, സൈക്കോ സൈമൺ ആണ് എന്തൊഴിക്കാണ്, ആസിഡ് ഒഴിക്കാണ്. പിന്നെ എയ്ഡ്സ് കണക്ട് ആണ്, എയ്ഡ്സ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ അവിടെ എളുപ്പം എയ്ഡ്സ് എന്നാണ്, പക്ഷെ അത് ഇവിടെ വേണ്ട, ആസിഡ് കണക്ട് ചെയ്താൽ മതി. ആസിഡ് മുഖത്തേക്ക് ഒഴിക്കാണ്, എന്താ മുഖത്തേക്കാണ്. അപ്പൊ മൊഗലു, പിന്നെന്താണ് സൈമൺ ജോൺസൺ, സൈമൺ സൈക്കോ സൈമൺ അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ റോബ് ചെയ്യാൻ, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ജെയിംസ് എ റോബിൻസൺ, സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ്. അപ്പൊ അടുത്തത് സമാധാനം കിട്ടാൻ നോവേ. അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, എവിടെയോ പോയി നാട് വിട്ട് പോവാണ്, എന്നിട്ട് എവിടെയോ പോയിട്ട് ഒളിക്കാണ്. നാട്ടിലെ ഫുള്ള് പ്രശ്നങ്ങൾ, കുടുംബത്തിലും ഫുള്ള് പ്രശ്നങ്ങൾ, വീട്ടിലെ ഫുള്ള് പ്രശ്നങ്ങൾ. അപ്പൊ എന്താണ്, എവിടെയോ പോയിട്ട് ഒളിക്കാണ്, ഇവിടുന്ന് പോകും, ഞാൻ എന്തായാലും നാട് വിട്ടു പോകും, ഞാൻ ആരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അതിനുവേണ്ടി നാട് വിട്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കണം, ആരും അറിയാൻ പാടില്ലല്ലോ താൻ എവിടെയെന്ന്. അറിഞ്ഞ എന്താ അവിടെ വരും എന്നിട്ട് അവിടെ വന്ന് സംസാരിക്കും. അപ്പൊ അവിടെ വരണ്ട, ആരും എന്നെ അറിയും വേണ്ട, ഞാൻ എവിടെയെന്ന് ആരും അറിയണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെയോ ഒളിച്ച് പോയിട്ട് ഹൈഡ് ചെയ്യാണ്. ഓക്കെ, ഹൈഡ് ചെയ്യാണ്. അപ്പോൾ ഒളിച്ച് താമസിക്കുകയാണ് നിഹോൺ ഹിഡാങ്ക്യോ. ഓക്കെ, ഹിഡാങ്കോ. ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാങ്കോ ആണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹമായത്. ഓക്കെ, വൈദ്യശാസ്ത്രം വിക്ടർ ആംബ്രോസ്. പിന്നെ ആരാണ്, ഗ്യാരി റോക്കിൻ. ഇപ്പൊ തന്നെ നമുക്ക് സാധനം കിട്ടിയില്ലേ, വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ തന്നെ ആംബുലൻസ് കണക്ട് ആയി. പിന്നെന്താണ്, ആംബുലൻസിൽ എങ്ങനെ കൊണ്ടുപോകും, ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ ആംബുലൻസ് ആംബ്രോസ് ആണ്. പിന്നെന്താണ്, ഗ്യാരി റോക്കിൻ. മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. അടുത്തത് സാഹിത്യത്തിന് എന്ത് വേണം നമുക്ക് അറിയാം, ഹാൻഡ് വേണം. അപ്പൊ ഹാൻ ക്യാങ് ദക്ഷിണ കൊറിയക്കാരിയാണ്. ദ വെജിറ്റേറിയൻ കൃതികൾ പഠിക്കണേ, ദ വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്സ്, റെഡ് ആങ്കർ, ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൺ, ദ വൈറ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ. ഇനി 2024 നോബൽ സമ്മാനം വന്നാൽ തെറ്റിക്കൂലല്ലോ. നമുക്ക് ഓപ്ഷൻ കണ്ട എങ്ങനെയും ആ കഥ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ഇമാജിനറി ആയിട്ട് ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ കഥ ഉള്ളിൽ വരും. രസതന്ത്രം പറയുമ്പോൾ എന്തോ രസത്തിൽ കഴിക്കണം, എന്താണ്, ഒരു പീസ് കേക്കാണ്. അപ്പൊ അത് അവിടുന്ന് കണക്ട് ആവും. ബേക്കറി, അതും കണക്ട് ആവും അല്ലേ, ഡേവിഡ് ബേക്കർ, അതൊക്കെ അവിടുന്ന് കണക്ട് ആവും. പിന്നെ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തോ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്തോ ഉള്ളത്. അപ്പൊ ആംബുലൻസ് കണക്ട് ആവും. അപ്പൊ സിമ്പിൾ ആയിട്ട് സാമ്പത്തിക ശാസ്ത്രം നമുക്ക് കണക്ട് ആവും. കൊള്ളയടിക്കാൻ വരികയാണല്ലേ, സാമ്പത്തികം എടുക്കാനല്ലേ, അപ്പൊ കൊള്ളയടിക്കാൻ വരികയാണ്. പിന്നെ സാഹിത്യം എഴുതാൻ നമുക്ക് എന്ത് വേണം, കൈ വേണം. അപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. അപ്പൊ ഇന്നെടുത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എക്സാമിന് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.